പാലക്കാട്ടുകാരനായ റഹീം ജയിലിൽ നിന്ന്, അതായത് ഗൾഫിലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് നമ്മൾ കരുതിയത്. ദിവസങ്ങൾ കടന്നു പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് 17-ാം തീയതി തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. റഹീമിൻ്റെ അമ്മ ഫാത്തിമയും സഹോദരൻ നസീറും ഒരു അങ്കിളും അവിടെയാണ്. അവരിപ്പോൾ 2 ആഴ്ചയാവുന്നു അവിടെ എത്തിയിട്ടെന്ന് തോന്നുന്നു. അവരാദ്യം ജയിലിൽ പോയിട്ട് റഹീമിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല. റഹീമിന് ഉമ്മയെ കാണാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ നസീറിൻ്റെതായിട്ട് വന്ന ഒരു വിവരം ചില മാധ്യമങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തത്, ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാണാൻ താല്പര്യമില്ല, അമ്മയെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയില്ല. പിന്നീട് ഫോണിൽ വാട്സാപ്പിലൊക്കെ സംസാരിച്ചു, വീഡിയോ കോളിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും അമ്മയെ കാണാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ 18 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു. റഹീമിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ഫണ്ട് ശേഖരണമാണ് റഹീമിന് വേണ്ടി നടന്നത്. ഏതാണ്ട് ആകെ നമ്മൾ പറഞ്ഞത് 34 കോടി രൂപ ബ്ലഡ് മണി വേണം ഒരു കുട്ടിയെ കൊന്നത് ആയി ബന്ധപ്പെട്ട കേസാണ്. കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. അതിന് 34 കോടി രൂപ രക്തധനമായിട്ട് കൊടുത്താൽ മോചനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനൊരു വലിയ ഫണ്ട് ശേഖരണം ഓൺലൈനിലും മാധ്യമങ്ങളിലും ഒക്കെ നടന്ന ആഹ്വാനപ്രകാരം നടന്നത്. ഏതാണ്ട് 8.5 ലക്ഷം പേര് ഈ ഫണ്ട് ശേഖരണ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ കണക്ക് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു മറ്റേ സഹായ സമിതി ഉണ്ടല്ലോ, അവരതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. 34 കോടി രൂപയാണ് വേണ്ടതെങ്കിലും കിട്ടിയത് 47,87,65,347 രൂപ കിട്ടി. 47,87,65,347 കോടി രൂപ കിട്ടി. അപ്പോൾ ഇയാളുടെ മോചനത്തിന് വേണ്ടിയിട്ട് 34 കോടി എന്നുള്ളത്, പക്ഷേ അത് ഇതുവരെ ചിലവായത് 36,27,00,000 രൂപ ചിലവായെന്ന് പറഞ്ഞാൽ ഈ തുക ചെക്ക് വഴി കോടതിയിൽ സമർപ്പിച്ചു. കുടുംബം ആവശ്യപ്പെട്ട തുക സൗദി പൗരൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറാണെന്നുള്ള രേഖകൾ ചെക്കുമൊക്കെ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുക കൊടുക്കുന്നത്. പക്ഷേ മോചനം ഉണ്ടായില്ല. മോചനത്തിൻ്റെ കാര്യത്തിൽ ആദ്യമേ ബെഞ്ചൊന്ന് മാറി, വീണ്ടും പഴയ ബെഞ്ചിലേക്ക് വന്നു. പിന്നെ നവംബർ 11 തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ മകനെ വിട്ടയക്കുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാനാണ് ഉമ്മയും സഹോദരനും പിന്നെ ഒരു അങ്കിളും കൂടി അവിടെ എത്തിയത്, ദോഹയിലെത്തിയത്. പക്ഷേ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല. ഏതായാലും നമുക്കിപ്പോൾ ഈ വിവാദമൊക്കെ വന്നിപ്പം റഹീം പുറത്തു വരുന്നു എന്ന് വന്നപ്പോൾ എത്ര രൂപയൊക്കെ വന്നിട്ടുണ്ട് എന്ന് കണക്ക് വന്നു. ഇപ്പോൾ ഈ ചിലവെല്ലാം കഴിഞ്ഞിട്ട് 11,60,30,30,420 രൂപ ഇപ്പം ബാക്കിയുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്യും എന്ന് സംബന്ധിച്ച് ആക്ഷൻ കൗൺസിലൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് റഹീം വന്നോട്ടെ, റഹീം വന്നിട്ട് അത് ഉചിതമായി ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിൽ 3.5 കോടി രൂപ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലാണ് വന്നത്. അപ്പോൾ റഹീമിൻ്റെ അമ്മയുടെ പേരിലും ഒരു ഭാരിച്ച തുക വന്നു, 3.5 കോടി രൂപ വന്നു. 11,60,00,000, അതുകൊണ്ട് 12 എന്ന് പറയാൻ പറ്റില്ല, 11,60,30,420 രൂപ മിച്ചമുണ്ട്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ തോതിൽ കേരളത്തിലെ ആളുകൾ സഹായിച്ച ഒരു കാര്യമാണ്. അതിപ്പോൾ സാങ്കേതികമായി ഇങ്ങനെ നീണ്ടു പോകുന്നു. ഉമ്മ ഫാത്തിമ പറഞ്ഞതായിട്ട് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാമെന്നാണ് കരുതി. പിന്നെയും നീണ്ടുപോയി. എന്താണെന്നറിയില്ല. വലിയ സങ്കടമുണ്ട്, നിരാശയുണ്ടെന്നൊക്കെ പറയുന്നു. കോടതി അടുത്ത ആഴ്ച ആദ്യം വിധി പറയാമെന്നൊക്കെ വന്നു. പിന്നീട് വളരെ നാടകീയമായി കോടതി വിധി പറയാതെ കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതെന്തുകൊണ്ടാണ് എന്നതിന് ഒരു ധാരണയില്ല. നസീർ, ഇയാളുടെ സഹോദരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ്സും ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ബ്ലഡ് മണിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആ കുടുംബം ക്ഷമിച്ചു കഴിഞ്ഞാൽ കോടതി വിട്ടയക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ വധശിക്ഷ ഒഴിവാക്കി. വധശിക്ഷ ഒഴിവാക്കി അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണോ ഈ ബ്ലഡ് മണി എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിൽ കുറ്റവിമുക്തനാക്കുകയാണോ അതോ വധശിക്ഷ മാത്രമാണോ ഒഴിവാക്കിയത്? അങ്ങനൊരു സംശയം ഉണ്ടാകും. അങ്ങനൊരു സംശയം വരാം, സ്വാഭാവികം. അല്ലെങ്കിൽ ഈ പണം കൊടുത്തു ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് പരാതിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വൈകേണ്ട കാര്യം ഇല്ലായിരുന്നു.
വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്നത്. കാരണം പരസ്പര സമ്മതം വന്നു, അവിടുത്തെ ഇസ്ലാമിക നിയമപ്രകാരം അത് അനുവദനീയമാണ് വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നത്. എന്നിട്ടും എന്താണ് വിടാത്തത് എന്നുള്ള ഒരു സംശയം പൊതുവിലുണ്ട്. അതിപ്പോൾ നസീറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അതെ. അപ്പോൾ എന്തോ ഒരു കുരുക്ക് ഇതിനകത്ത് ബാക്കിയുണ്ടെന്ന് തോന്നും. ഇപ്പോൾ ഈ പണം ഒരു പരിധിക്കപ്പുറത്തേക്ക് പിരിഞ്ഞു കിട്ടിയതോടുകൂടി ഈ പണം സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ നസീറിൻ്റെ റഹീമിൻ്റെ വീട്ടുകാർക്കിടയിലുള്ള പ്രശ്നമല്ലേ. അതെ. പക്ഷേ നിയമപരമായ തടസ്സം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ അവർ പുറത്തു വിടാത്തതാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇയാളെ പൂർണ്ണമായി നിരുപാധികം മോചിപ്പിക്കുമെന്നാണോ പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ടില്ല. മാത്രമല്ല കൊലപാതകം ചെയ്തുകൊണ്ട് അതിന് തുല്യമായൊരു ശിക്ഷ, ഇയാളെ കൊല്ലണം, ആ കൊല്ലുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നത് മാത്രമാണ്. അങ്ങനെയാണോ എന്ന് അറിയണം. പക്ഷേ 18 വർഷം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിലെ ശിക്ഷാ നിയമങ്ങളല്ലല്ലോ അവിടെ. അതെ, പക്ഷേ അത് നോക്കണം. നമുക്ക് ഈ ശരീഅത്ത് നിയമപ്രകാരം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ പണം വലിയ തോതിൽ വന്നിരുന്നു. ആ പണത്തിൻ്റെ പ്രയോജനം ഉണ്ടായി, വധശിക്ഷ ഒഴിവായി കിട്ടി. പക്ഷേ ജയിൽ മോചനം സാധ്യമാണോ എന്നത് സാധ്യമാകുമായിരിക്കും, ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും റഹീം തിരിച്ചു വരുമ്പോൾ റഹീം 18 വർഷം ജയിലിൽ കിടന്നതിൻ്റെ ഒരു പ്രായശ്ചിത്തം പോലെ ഒരു വലിയ തുക റഹീമിൻ്റെ കയ്യിൽ റഹീമിനെ കാത്തിരിക്കുന്നുണ്ട്. 11 കോടി 60 ലക്ഷം രൂപ. ഒരു വർഷം 18 വർഷം അവിടെ ജോലി ചെയ്താലും കിട്ടാത്തത്രയും തുക കിട്ടിയിടും. ജീവിതം മുഴുവൻ ജയിലറയ്ക്കുള്ളിലാണ് അയാൾ തള്ളി നീക്കിയത്, ഒരു നല്ല പ്രായം മുഴുവൻ. അത് ജോലി ചെയ്തെന്ന് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഉമ്മയുടെ പേരിൽ തന്നെ 3.5 കോടി രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിനിയോഗം സംബന്ധിച്ച് വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഏതാണ്ട് 2 കോടിയിൽ പരം രൂപ, 1,70 ലക്ഷം രൂപ വക്കീൽ ഫീസായി എന്നും പറയുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മാത്രമല്ല, അവിടുത്തെയും ലീഗൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് അവിടുത്തെ പണത്തിലാണ് കൊടുക്കേണ്ടത്. അതൊന്നും ഒരു വലിയ ചിലവായിട്ട് കൂട്ടണ്ട. കാരണം അവിടെ നമ്മൾ ഇന്ത്യൻ കറൻസി അല്ല അവിടെ ഫീസ് കൊടുക്കേണ്ട, അവിടുത്തെ നിരക്കി കൊടുക്കണം. ഏതായാലും റഹീം എന്താണ് വരാത്തത് എന്നത് നമ്മുടെയും ചോദ്യമാണ്, വീട്ടുകാരുടെയും ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷവും ഇപ്പോൾ നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയുന്നു, അതൊന്നും ആയിട്ടില്ല. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ധനസമാഹരണമൊക്കെ നടന്നിരുന്നു. പക്ഷേ അതെങ്കിലും നീങ്ങുന്നില്ല. അവരവിടെ പോയി കണ്ടിരുന്നു, പക്ഷേ പിന്നീടൊന്നും നടന്നിട്ടില്ല, അതേക്കുറിച്ച് കേൾക്കാനുമില്ല. അപ്പോൾ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകത്ത് എവിടെ കഴിഞ്ഞാലും അവരെ സഹായിക്കാനുള്ള ഒരിടപെടൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ നിമിഷയുടെ കാര്യത്തിൽ ഇതുപോലത്തെ ഒരു വലിയ തോതിലുള്ള ധനസഹായം സമാഹരിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവോ ഒന്നും ഉണ്ടാവുന്നില്ല. ക്വിക്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഏതായാലും റഹീമിന് വേണ്ടി 8.5 ലക്ഷം പേരുടെ സംഭാവന വന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. 100 രൂപ കൊടുത്തവരുണ്ടാവാം, ലക്ഷങ്ങൾ കൊടുത്തവരുണ്ടാവും. ഇപ്പോൾ 47 കോടി രൂപ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തവരും ഉണ്ടാവാം. ഇപ്പോൾ 8 ലക്ഷം പേര് കൊടുത്തു. ഓരോരുത്തരും ഒരു 1 ലക്ഷം രൂപ വീതം കൊടുത്താലും 10,000 രൂപ വെച്ച് കൊടുത്താലും ആകുന്ന തുക എത്രയാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് കൊടുത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ചാരിറ്റിയുടെ ഭാഗമാണ്. ചിലപ്പോൾ ഇത്തരം ചാരിറ്റിക്ക് കൊടുക്കുന്നതിന് ടാക്സ് ഇളവ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊന്നും അല്ല പ്രശ്നം, പണം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ സഹായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഭാഗ്യം കൂടെ വേണമെന്ന് തോന്നുന്നു, അല്ലേ? അതെ, എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. റഹീം അക്കാര്യത്തിൽ ഭാഗ്യവാനാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു ഭാഗ്യക്കുറവുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് കോടതിയിലെ ജഡ്ജിമാർ മാറി, അതുകൊണ്ടാണ് ഇത് കേസ് മാറിയെന്ന് പറഞ്ഞു. പിന്നെ പുതിയ ജഡ്ജിമാർ വന്നിട്ടും പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ പാലക്കാട്ടെ വീട്ടിൽ ഈ ഉമ്മാരുടെ അടുത്തും സഹോദരൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെയുള്ളൂ. അപ്പോൾ അവരൊരു വ്യക്തമായ മറുപടി പറയുന്നില്ല. കാരണം അവർക്കത് പറയാൻ പറ്റാത്തതാണോ, അവരെന്തെങ്കിലും പറയാതെ മാറ്റി വെക്കുന്നതാണ്. അത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്തുണ്ടായ ചില ഇടപെടലുകളിൽ ഒരുപക്ഷെ ഈ നസീറിൻ്റെയൊക്കെ വായിൽ നിന്ന് വീണ വാക്കുകൾ കൊണ്ട് ചില കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ അങ്ങനെ റഹീം ഉമ്മയെ കാണാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഇയാളത് പറയാൻ പാടുള്ളൂ. ഞങ്ങളവിടെ ചെന്നു, ഞങ്ങൾ ഉമ്മയെ കാണണ്ടെന്ന് പറഞ്ഞു. അതെന്താ പ്രശ്നം? അത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വരുമ്പോൾ ആളുകൾക്ക് സംശയം വരും. ഇത്രയും പൈസ വന്നു, തൻ്റെ പേരിൽ 3.5 കോടി രൂപ ഉമ്മയുടെ പേരിൽ തന്നെ വന്നു, ആകെ 11 കോടി 60 ലക്ഷം രൂപ മിച്ചമുണ്ട്, അതിൻ്റെ വിനിയോഗം എന്താണ്? ഞാൻ ജയിലിൽ കിടക്കുന്നു, എൻ്റെ പേര് കിട്ടിയ കാശല്ലേ, നിങ്ങളത് എങ്ങനെ ചിലവാക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടോ, സംശയങ്ങൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ ആണോ എന്ന് ആളുകൾ സംശയിച്ച് തെറ്റ് പറയാൻ പാടില്ല. നസീർ അവിടെ ജാഗ്രത കാണിക്കണമായിരുന്നു. ഉമ്മയെ കാണാൻ വിസമ്മതിച്ചു എന്നത് ചിലപ്പോൾ നസീർ പറഞ്ഞില്ലെങ്കിലും അറിയുമായിരിക്കും. പക്ഷേ
അത് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. അതെ. 18 വർഷമായി ഉമ്മയെ കണ്ടിട്ട് ജയിലിൽ കിടന്ന് എനിക്ക് ഉമ്മയെ കാണണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടാവില്ല. ഒരുപക്ഷെ അവരൊക്കെ നിഷ്കളങ്കരായ മനുഷ്യരായതുകൊണ്ട് അറിയാതെ വായിന്ന് വീടുന്നതായിരിക്കും. പക്ഷേ അതിനകത്ത് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ചിലയിടത്ത് ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ സംശയങ്ങൾ അസ്ഥാനത്തായിരിക്കാം, അവിടുത്തെ നിയമത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം, അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായിരിക്കാം. ഏതായാലും റഹീം എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. റഹീം പക്ഷേ വാചകങ്ങൾക്കൊരു പൂർണ്ണത ഉണ്ടാകുന്നില്ല. എവിടേക്കോ കുറേ ഡോട്ട്സ് ഉണ്ട്. ഈ ഡോട്ട്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഞാൻ പറഞ്ഞതല്ലോ. അല്ല, ഈ മൊത്തത്തിൽ ഇവരുടെ പറച്ചിലും നമ്മൾ ഡോട്ട്സ് ഇടാതെയാണ് പറഞ്ഞത് പരമാവധി. അല്ല, നമ്മൾ പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾക്കിടയിലും കുറേ കുത്തുകളുണ്ടല്ലോ, അതൊന്നും യോജിപ്പിക്കപ്പെടുന്നില്ലല്ലോ. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കുമെന്നാണ് നസീർ പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് നോക്കാം. ഏതായാലും 18 വർഷം കാത്തിരുന്നില്ലേ. അതെ, റഹീം വരട്ടെ, റഹീം വന്ന് വരട്ടെ, നന്നായി ജീവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ 18 ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 18 വർഷം തടവ് കഴിഞ്ഞു. തടവിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ 1.5 പതിറ്റാണ്ട് അല്ലേ? അതെ, 1.5 പതിറ്റാണ്ട്, 1.5 വ്യാഴവട്ടം. ഒരു വ്യാഴവട്ടവും പിന്നെ 6 വർഷം കൂടെ ആയല്ലോ. അപ്പോൾ 1.5 വ്യാഴവട്ടം ജയിലിൽ കഴിയുക എന്നുള്ള നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു ദിവസം നമ്മളെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് അറിയാം അതിൻ്റെ ഒരു വിഷമം. അപ്പോൾ അനുഭവിച്ചു, തിരിച്ചു വരട്ടെ, നന്നായി ജീവിക്കാൻ പറ്റട്ടെ. നമുക്ക് റഹീമിൻ്റെ വരവിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.